നമ്മള് നീലഗിരി എത്തി. വെൽക്കം ടു നീലഗിരി എത്തിയില്ല, നീലഗിരി കേറിയില്ല. കണ്ടോ ബോർഡ് കണ്ടോ? മേട്ടുപ്പാളയം വഴിയാണ് നമ്മൾ കേറുന്നത്. മേട്ടുപ്പാളയം വഴി ഊട്ടി. മസിനഗുഡി വഴി ഊട്ടി എല്ലാവരും കേട്ടിട്ടുള്ളൂ. മസിനഗുഡി വഴി ഊട്ടിയല്ല, മേട്ടുപ്പാളയം വഴി ഊട്ടി കയറാൻ പറ്റും. നല്ല അടിപൊളി റോഡാണ്. മഴയൊക്കെ പെയ്തിട്ടാവും നല്ല പച്ചപ്പും ഹരിതാപയും ഉണ്ട്. പുളിമരം പുളിയാണോ? എന്താ കളിക്കണത്? മ്യൂസിക് കീബോർഡൊക്കെ ഉണ്ട്. മ്യൂസിക് ലവേഴ്സ്. അപ്പൊ ഏതൊക്കെ വഴി നമുക്ക് ഊട്ടിയിലെത്താം? കേരളത്തിൽ നിന്നാണെങ്കിൽ നമുക്ക് നാടുകാണി ചുരം വഴി ഊട്ടി പോകാൻ പറ്റും. പിന്നെ ഒരു ഓപ്ഷൻ ഉള്ളത് നമുക്ക് അട്ടപ്പാടി വഴി ഊട്ടി പോകാൻ പറ്റും. ഓക്കെ, വഴി തന്നെ ഉണ്ടാവുള്ളൂ. പിന്നെ നമുക്ക് തമിഴ്നാട് എത്തിക്കഴിഞ്ഞാൽ മസിനഗുഡി വഴി ഊട്ടി കയറാൻ പറ്റും. മസിനഗുഡി വഴി അതാണ് വലിയ കാര്യം. ഇതാണ് മസിനഗുഡി വഴി. മസനഗുഡി അതൊക്കെ തമിഴ്നാട്ടിലെ സ്ഥലമാണ്. കേരളത്തിൽ നിന്ന് ഇങ്ങോട്ട് നമ്മൾ വന്ന സ്ഥലമാണ് കാണുന്നുണ്ടോ? മേട്ടുപ്പാളയാണ് കാണുന്നത്. കഴിഞ്ഞ കുറച്ചായിട്ട് എടുക്കാം. അപ്പൊ ആ വഴി നമുക്ക് ഊട്ടി കയറാൻ പറ്റും. ഇനി നമുക്ക് അത്രേ വഴിയുള്ളൂ. നമുക്ക് കേരളത്തിന് 2 വഴി. പിന്നെ മൂന്നാമതൊരു വഴി ഉണ്ട് കേരളത്തിൽ നിന്ന്, അറിയോ? വയനാട് പോയിട്ട് വയനാട് നിന്ന് ആ വഴി പോരാൻ പറ്റും. ആ സ്ഥലത്തിന്റെ പേരെന്തെങ്കിലും ദേവാല. ഓക്കെ, ദേവാല വഴി നമുക്ക് ഊട്ടിലെത്താൻ പറ്റും. അങ്ങനെ 3 വഴികളിലൂടെ നമുക്ക് കേരളത്തിൽ നിന്ന് ഊട്ടിയില് അത്രയൊക്കെ ഊട്ടി പോരാൻ പറ്റും. ഓക്കെ, ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ തമിഴ്നാട് വന്ന് തമിഴ്നാട് നിന്ന് ഊട്ടി കയറാൻ നോക്കുകയാണ്. അപ്പൊ തമിഴ്നാട് നമ്മൾ ഊട്ടിയിലേക്ക് കയറാൻ നോക്കുകയാണ്. അപ്പൊ തമിഴ്നാട് നമ്മൾ ഊട്ടി പോകുമ്പോ ഏറ്റവും നല്ല എളുപ്പമുള്ള ഏറ്റവും വലിയ വഴി എന്നാൽ തന്നെയാണ് മേട്ടുപ്പാളയം വന്നിട്ട് മേട്ടുപ്പാളയം ടു ഊട്ടി. നമ്മളെ പൈതൃട്ടയിലൊക്കെ പോണില്ലേ, അതിനോട് പാരലായിട്ട് നമുക്ക് ഊട്ടി കയറാൻ പറ്റും. അപ്പൊ വേറൊരു വഴിയും കൂടി ഇല്ലേ ഉള്ളൂ, ഒരു വഴിയും കൂടി ഉണ്ട്. ഏതാ വഴി? കൊത്തഗിരി വഴി നമുക്ക് ഊട്ടി പോകാം. അത് അധികം ആഴി പോവാത്ത മേട്ടുപ്പാളയത്തിൽ നിന്നാണ് അത് വരിക. അങ്ങനെ 2 വഴികളിലൂടെ നമുക്ക് ഊട്ടി കയറാം. അപ്പൊ നമ്മൾ റൈറ്റ് എടുത്തിട്ടെങ്കിൽ നമ്മൾ കൊത്തഗിരി വഴി ഊട്ടി. പക്ഷെ അപ്പൊ ഒരു 19 കിലോമീറ്റർ കൂടുതലാണ് വരിക. ഇതാണ് ഇതിന്റെ പ്രോപ്പർ വേ, മേട്ടുപ്പാളയം ടു ഊട്ടി. സോ നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. സോറി, സെക്കൻഡ് ഗിയറിലാണ്. ഈ ഇറക്കി നമ്മൾ ഇറങ്ങി വരുമ്പോഴും ആ സെക്കൻഡ് ഗിയർ തന്നെ ഇറങ്ങണം. അതെന്തിനാ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അതെന്തിനാ വെച്ചാൽ നമ്മൾ ഈ ബ്രേക്ക് നമ്മളൊരു 4th ഗിയറിലോ 3rd ഒക്കെ ഇറങ്ങുമ്പോൾ ബ്രേക്ക് നമ്മൾ ഇങ്ങനെ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും. ഈ വണ്ടിക്ക് നല്ല പ്രശ്നം തോന്നുന്നുണ്ട്. വലിയ വണ്ടികൾക്ക് ആ പ്രശ്നം ഉണ്ടാവും. ഡ്രം ചൂടായിട്ട് പിന്നെ ബ്രേക്ക് കിട്ടൂല. അതാണ് അവിടെ സംഭവിച്ചത്. മറ്റേ ഇവിടെ വാളയാറില്ലേ. അപ്പോൾ അതാണ് ആ കുട്ടിയുടെ അയാളെ എക്സ്പീരിയൻസ് എല്ലാന്നൊക്കെ ആൾക്കാർ പറഞ്ഞല്ലേ. അപ്പോൾ ഈ ചില ഡ്രൈവർമാർക്ക് അത് അറിയും. അപ്പോൾ അവരെന്ത് ചെയ്യും, ഫസ്റ്റ് സെക്കൻഡിലൊക്കെ മാത്രമേ. നമ്മളിപ്പോൾ ടൂർ ചെയ്യുന്ന വലിയ ബസ്സല്ലേ, അയാളെന്നാ ചോര നമ്മൾ വാഗമണ്ണ് പോയപ്പോൾ ഫസ്റ്റിലാണ് ഫുള്ള് ഇറങ്ങിയത്. ഒരു അടി പോലെ അയാൾ മാറ്റിയില്ല. നമുക്ക് ആൾക്കാർക്ക് ദേഷ്യം ഇത്ര സ്പീഡ് കുറച്ച് പോകണം. പക്ഷെ അയാളെ പോണതാണ് ശരി. അത്രയും വലിയൊരു വണ്ടി അത്രയും ആൾക്കാരും വെച്ച് അവർ ബ്രേക്ക് അപ്ലൈ ചെയ്ത് പോവാണെങ്കിൽ ഡ്രം ചൂടാവും, അതിന് ബ്രേക്ക് പോവും. അയാൾ അത്ര എക്സ്പീരിയൻസ് മനുഷ്യനാണ്. നമ്മൾക്ക് സ്പീഡല്ലല്ലോ വേണ്ടേ, സേഫ്റ്റി അല്ലേ. അപ്പൊ അങ്ങനെയൊക്കെ ഇറങ്ങുമ്പോൾ ഇതിൽ ആൾക്കാരെന്നെ പറയും എന്താ സ്പീഡ് ഇല്ലാത്ത ചോദിക്കുകയാണെങ്കിൽ. അപ്പൊക്കെയാണ് ഇവർമാര് സെക്കൻഡൊക്കെ കിട്ടാൻ നിർബന്ധരാണ്. അയാളൊരു ആ ബസ്സിന്റെ അടുത്ത് തോന്നിയപ്പോ അയാൾ ഇട്ടതേക്കും. അതിലോ ഞാൻ ബ്രിട്ടീഷുകാരുണ്ടാക്കിയ പാലായി. ബ്രിട്ടീഷുകാർ ആദ്യം ഇതിൽ കൂടെ നടവഴി ഉണ്ടാക്കി വന്നിട്ടുണ്ടല്ലോ. പിന്നെയാണ് ആ ട്രെയിൻ ആയിക്കൂടെ പോവാണ്ടോ, മുകളിൽ കൂടെ പോവാ കാണിച്ചു തന്നെ. അത് ഊട്ടിയിൽ നിന്ന് തേയിലൊക്കെ വേഗം ഇറക്കിയിട്ട് നിലത്തിറത്താൻ വേണ്ടിട്ട് അവരുണ്ടാക്കി വെച്ചാ. ബ്രിട്ടീഷുകാരുടെ പരിപാടിയാ. ബ്രിട്ടീഷുകാരുണ്ടാക്കിയല്ലേ. ഓരോ കാലത്ത് കൊണ്ട് റോഡേക്കും 1960 ഊട്ടിയെ കണ്ടില്ല. അന്ന് ഊട്ടി ടൗണാ. അന്ന് തൊട്ടേ ഇവര് ബ്രിട്ടീഷുകാർ അടിയിൽ നിന്ന് ഇറങ്ങി മുതലൊക്കെ കയറുക മഴക്കാലങ്ങളിലൊക്കെ. ഇത് കണ്ടുപിടിച്ച ശേഷം അതാണ് അവിടെ വെല്ലിംഗ്ടൺ ഐലൻഡ് ഒക്കെ ഉണ്ടായത്.
നമ്മളെ ബോട്ടാണി ഗാർഡൻ ഉണ്ടാക്കിയത് ഇംഗ്ലീഷുകാരാണല്ലോ. അങ്ങനത്തെ ഓല ഔട്ട് ഹൗസ് ഔട്ട് ഹൗസ് ആണ്. അതോടോ ഇവരത് കണ്ടുപിടിച്ച് അങ്ങോട്ട് എത്തിയാണ്. ഓല നാടിന് അതേപോലെ കാലാവസ്ഥ അല്ലേ, അപ്പൊ അവരൊക്കെ വെക്കേഷൻ ഇങ്ങോട്ടാ വരിക. പിന്നെ ആയപ്പോ എല്ലാവരും പോയി. പിന്നെ ഇവർക്ക് ഇവിടെ കുറെ ടീ ഒക്കെ ഇവിടുന്ന് തേയിലൊക്കെ നട്ടുപിടിപ്പിച്ച് സെറ്റാക്കിയില്ലേ. അത് താഴത്തെത്തിക്കാനായിരുന്നു പോലെ സാധനമൊക്കെ ഉണ്ടാക്കിയത് ആ ട്രെയിന് വേഗം. ഇപ്പൊ മഴ എല്ലാം പെയ്തിട്ടുണ്ട്, തുള്ളി പോലും ഇല്ലല്ലോ. അന്നപ്പോ ആ ആടിന്റെ കാലം കൊണ്ടില്ലേ ഞാൻ സാധനമൊക്കെ കൊണ്ട് വാങ്ങിയത്. പോയ ബാക്കിൽ ചീത്തറി. ഇതാണ് അവസാനത്തെ ടൗൺ ഇവിടുത്തെ. ഇനി നമ്മൾ ഊട്ടി എത്തിയിട്ട ടൗണുള്ളൂ. മൊത്തം 14 വെന്റാണ്. എങ്ങോട്ടാ പോണ ഇത്? ആര് പറഞ്ഞിട്ട് ഊട്ടി പോണേ? അച്ഛനോ? ആർക്കടാ ഊട്ടി പോണ്ടേനോ? ആരാ അച്ഛനോട് ഊട്ടി പോണോ വരാൻ തുടങ്ങിയത്? വെക്കേഷൻ. പിന്നെ ഇപ്പൊ ആരാ അച്ഛനോ? ഈ വേലായുധ മോഹൻദാസ് മോഹൻ മോഹൻദാസ് വേലുക്കുട്ടി. ഞാൻ വേലുക്കുട്ടി നോക്കിയ 13ാമത്തെ വളവ് എത്തിട്ടോ. മൊത്തം 14 വളവുണ്ട്. 14 അല്ല അടിപൊളി ചോര അല്ലേ. കൊറേ കാണാനുണ്ട്, കൊറേ മരങ്ങളുണ്ട്. വെറുതെ ഇറങ്ങി നോക്കി പുറത്ത് രസമുണ്ട് കാണാൻ. പുറത്തിറങ്ങി നോക്കുക. ഈ ചെക്കന്മാരെ കൊണ്ടു ഊട്ടി 20. ഇതിപ്പോ കൂനൂരോ എവിടെയാ? ട്രെയിന് പോണത് കണ്ട് ചായ കുടിക്കാൻ വേണ്ടി എത്തിയിരിക്കുകയാണ്. നമ്മളങ്ങനെ ഊട്ടിയിലെത്തി. ഊട്ടിയിലെത്തിയില്ല, ഇനി 12 കിലോമീറ്റർ ഉണ്ട്. 12 കിലോമീറ്റർ കൂടി ഉണ്ട്. അപ്പൊ ഗൈസ് നമ്മളെ റൂമിലെത്തി ഗൈസ്. പക്ഷെ റൂമിലെത്തിയില്ല, റൂം എടുക്കാനുള്ള സ്ഥലത്തെത്തി. ഇനി റൂമിൽ കയറിയിട്ട് കാണിച്ചു തരാം. ഞങ്ങൾ നമ്മളെ റൂം കാണാൻ പോവാണ്. അയ്യോ പെട്ടെന്ന് വാടോ. ഞാൻ മാത്രം സ്പീഡിൽ നടക്കുള്ളൂ, അവരൊക്കെ മെല്ലെ നടക്കുള്ളൂ. മോനിപ്പോൾ വരട്ടെ, കാത്തിക്കട്ടെ. അപ്പോൾ ഗൈസ് നമ്മളിവിടെ റൂമുള്ള സ്ഥലത്താണ്. ഇനി നമ്മൾ റൂം എവിടെയാണെന്ന് പോയി നോക്കാം. ഇതാണ് ഗൈസ് നമ്മുടെ റൂം. ഇടിപ്പള്ളി വ്യൂ ആണ് ഗൈസ്. തണുപ്പ് ഓടിക്കോ.